സൂപ്പർ കൺമണിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിദ്യ കൺമണിയെ കുറ്റം പറയുന്നത് കേട്ട് സഹിക്കാൻ കഴിയാതെ വിദ്യ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ദേവിജി അവർക്കരികിലേക്ക് വരികയാണ്. ഇതേസമയം ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുൻപ് എന്താണ് നടന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണമെന്ന് ദേവിജി വിദ്യയോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇത്രയും വികാരം കൊള്ളാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇന്ന് ഈവനിങ്ങളിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഡിസൈൻ, നിന്റെ ഡിസൈനിൽ പാളിച്ചകളുണ്ട്, അതിനൊരു പരിഹാരം എന്നോണം കൺമണിയെ കൊണ്ട് ഡിസൈൻ ചെയ്യിച്ചു നോക്കുന്നു. ഇതിലൊരു ഈഗോ പ്രോബ്ലം വരേണ്ട ഒരാവശ്യവുമില്ലെന്ന് പറയുന്നുണ്ട് ദേവിജി. വിദ്യ, യു ആർ എ സീനിയർ ഡിസൈനർ ഹിയർ. വിദ്യയുടെ ടീം മെമ്പറാണ് കൺമണി. അപ്പോൾ ഇതൊരു ടീം വർക്കായി കണ്ടാൽ മതി എന്ന് ദേവിജി പറയുമ്പോൾ സോറി സാർ എന്ന് പറയുന്നുണ്ട് വിദ്യ. തുടർന്ന് സാറ് പറഞ്ഞതുപോലെ ഒരു ടീം മെമ്പറിനെ വെച്ച് ഒരു സീനിയറിനെ ഇൻസൾട്ട് ചെയ്യണത് ശരിയാണോ എന്ന് വിദ്യ ചോദിച്ചപ്പോൾ ചിരിയോടെ ദേവിജി പരസ്പരം തോളിൽ തട്ടി അഭിനന്ദിച്ചതുകൊണ്ട് മാത്രം ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകില്ല. വിമർശനങ്ങളാണ് ഒരു പ്രതിഭയെ വാർത്തെടുക്കുന്നത്. ഐ തിങ്ക് യു ആർ എ പ്രൊഫഷണൽസ് എന്ന് ദേവിജി പറയുമ്പോൾ മനസ്സിലായി സാർ എന്ന് പറയുന്നുണ്ട് വിദ്യ. എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. പെട്ടെന്ന് കൺമണിയോട് എന്തായെന്ന് ദേവിജി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതല്ലേ സാർ, ഞാൻ ഈ വർക്ക് ചെയ്യുന്നില്ലെന്ന്. സാറ് കൃഷി സാറും നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത്. ഇതിപ്പോൾ വിദ്യാമേഡത്തിന് വിഷമായി എന്ന് പറയുന്നുണ്ട് കൺമണി. മോളേന്ന് വിളിച്ചുകൊണ്ട് ദേവിജി പറയുന്നുണ്ട്, ഇതൊരു സ്ഥാപനമാണ്, ഈ സ്ഥാപനത്തിൽ വളരാൻ വേണ്ടത് കഴിവാണെന്ന് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് കൺമണിയെ ഈ വർക്ക് ഏൽപ്പിച്ചത്. അതുമാത്രം ശ്രദ്ധിക്കുക. പിന്നെ വിദ്യ ഒരു ഡിസൈനർ കൊള്ളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വിദ്യയ്ക്ക് കഴിവില്ല എന്ന് അർത്ഥമില്ല. മോളെ ഇപ്പോൾ ഏൽപ്പിച്ച വർക്ക് പൂർത്തിയായിരുന്നതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിജി അവിടെ നിന്നും പോവാണ്. അങ്ങനെ വീണ്ടും കൺമണി വരയ്ക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. പിന്നീട് സാഗർ സുജയുടെ കയ്യിലേക്ക് കെട്ടഴിക്കുകയാണ്. മുറിവ് ഉണങ്ങിയില്ലോ എന്ന് സാഗർ പറയുമ്പോൾ ആ കുട്ടിയുടെ കൈപുണ്യം കൊണ്ടായിരിക്കും, ബൽറാമിൻ്റെ ആത്മാർത്ഥതയും സ്നേഹവും കൊണ്ട് തന്നെയായിരിക്കും മുറിവ് ഉണങ്ങിയെന്ന് സുജ പറയുന്നുണ്ട്. പെട്ടെന്ന് ഷെഡാന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടുകൊണ്ടുവരുന്ന കൃപ. ഈ ബലരാമനെ കൊണ്ട് തോറ്റല്ലോ, ചുമ്മാതല്ല ചേട്ടൻ ഇങ്ങനെ ദേഷ്യം കാണിച്ചതെന്നും പറയുന്നുണ്ട് കൃപ. ആ സമയം ആൻറ്റിയമ്മയും ഞാനൊരു കാര്യം പറയാം, കൃഷ്ണൻ്റെ മുൻപിൽ ബലരാമനെ കുറിച്ച് പൊക്കി പറയരുത്, അത് കൃഷ്ണന് ആവശ്യമില്ലാത്ത കോംപ്ലക്സ് ഉണ്ടാക്കുന്ന പറയുന്നുണ്ട് കേട്ടോ ആൻറ്റിയമ്മ. അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാകാനാണ് ഞാൻ അവനെ ബലരാമനുമായിട്ട് താരതമ്യം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് സാഗർ. അതിനിപ്പോൾ ഫലമുണ്ടായി കേട്ടോ സുജ, ദേവിജി ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഓഫീസിൽ ഇന്ന് കൃഷ്ണൻ്റെ ദിവസമായിരുന്നെന്നാണ് ദേവിജി പറഞ്ഞതെന്ന് സാഗർ പറയുന്നുണ്ട്. അവൻ്റെ രീതികളൊക്കെ അങ്ങ് അടിമുടി മാറിയെന്ന്, ഒരു എം ഡിയുടെ യഥാർത്ഥ മുഖം അവിടുത്തെ സ്റ്റാഫ്സ് ഇന്ന് കണ്ടുവെന്ന്. മാത്രമല്ല വിദ്യ വരച്ച ഒരു ഡിസൈൻ ശരിയാകാത്തതുകൊണ്ട് അത് കൺമണിയെ കൊണ്ട് മാറ്റി വരപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ സാഗർ സുജിയോടും ആൻറ്റിയമ്മയോടുമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് പെട്ടെന്ന് ടെൻഷനാവുന്നുണ്ട് കേട്ടോ ആൻറ്റിയമ്മയ്ക്ക്. ബലരാമനെ വെച്ച് കമ്പയർ ചെയ്തത് കൃഷ്ണനെ എനർജറ്റിക് ആക്കിയിട്ടുണ്ടെന്നും സാഗർ പറയുന്നുണ്ട്. തുടർന്ന് അല്ല വിദ്യ വരച്ച ഡിസൈൻ കൺമണിയെ കൊണ്ട് മാറ്റി വരപ്പിച്ചെന്നാണോ പറയുന്നതെന്ന് ആൻറ്റിയമ്മ സാഗറിനോട് ചോദിച്ചപ്പോൾ അതേന്ന് പറയുന്നുണ്ട് സാഗർ. വിദ്യ വരച്ചത് ശരിയായില്ലായിരുന്നു, അതുകൊണ്ട് കൺമണിയെ കൊണ്ട് വരപ്പിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട് സാഗർ. ശരിയായില്ലെങ്കിൽ അവിടെയുള്ള മറ്റാരെ കൊണ്ടെങ്കിലും വരപ്പിച്ചുകൂടായിരുന്നു, എന്തിനാ ആവശ്യമില്ലാതെ കൺമണിയെ പ്രൊമോട്ട് ചെയ്യുന്നത് ആൻറ്റിയമ്മ ചോദിക്കുമ്പോൾ കൺമണി നല്ല കഴിവുള്ള കുട്ടിയല്ലേ ചേച്ചിയമ്മേ, ടാലൻ്റ് ഉള്ളവരെ കൊണ്ടല്ലേ ചെയ്യിപ്പിക്കേണ്ടത്, അങ്ങനെ ചെയ്യിപ്പിച്ചാലല്ലേ നമ്മുടെ സ്ഥാപനത്തിന് നേട്ടമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ സുജ ആൻറ്റിയമ്മയോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ അനാവശ്യ പ്രൊമോഷൻ വിനയായി വരാമെന്ന് ആൻറ്റിയമ്മ പറയുമ്പോൾ ചേച്ചിയമ്മ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സാഗരം. എല്ലാത്തിനും നമ്മൾ കൺമണിയെ ഡിപ്പെൻഡ് ചെയ്യാൻ പോയാലേ അവൾ ഉടനെ ആരോ ആണെന്നോ തോന്നലോ ഒക്കെ അവൾക്ക് വരും. മാത്രമല്ല ക്ലയൻസും കൺമണിയുടെ ഡിസൈൻ മാത്രം മതിയെന്ന് പറഞ്ഞു തുടങ്ങും. നാളെ ഒരു സമയത്ത് കൺമണി അലിക വിട്ടു പോയാൽ ഈ സ്ഥാപനത്തിൻ്റെ ഗതി എന്താകുമെന്നൊക്കെ ആൻറ്റിയമ്മ പറയുന്നുണ്ട്. ഇല്ല ചേച്ചിയമ്മയെ, കൺമണി ഒരിക്കലും അലിക വിട്ട് പോകില്ല എന്ന് തന്നെ പറയുന്നുണ്ട് സുജ. എൻ്റെ പൊന്നു സുജാതെ, ഒരാളെക്കുറിച്ച് മുൻമതിയൊന്നും വേണ്ട, നാളെ എന്ത് നടക്കുന്നുവെന്ന് നാളെ മാത്രമേ അറിയാൻ പറ്റൂ എന്ന് ആൻറ്റിയമ്മ പറയുന്നുണ്ട്. അതെ, കൺമണിയെക്കുറിച്ച് എനിക്ക് നാളെയല്ല ഇന്നേ അറിയാൻ പറ്റൂ, അവൾ അലിക വിട്ട് പോകില്ല എന്ന് തന്നെ കൃപയും പറയുന്നുണ്ട്. ഇതേസമയം ശരി, അവൾ നന്ദിയുള്ളവളാണ്, അവൾ അലികയിലെ മാത്രമല്ല ഈ കുടുംബത്തിലെ അംഗം കൂടിയാണെന്ന് സാഗര പറഞ്ഞപ്പോൾ അപ്പോൾ ഈ കുടുംബത്തിൽ 2 അംഗങ്ങൾ കൂടി വന്നല്ലേ, ബലരാമനും കൺമണിയും. എല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നല്ലതെന്ന് മാത്രം ആൻറ്റിയമ്മ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ്. പിന്നീട് മാനസയെ ആൻറ്റിയമ്മ വിദ്യ വരച്ചിരുന്ന ഡിസൈൻ കൺമണിയെ ഏൽപ്പിച്ചു എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ വിജയത്തിന് പിന്നിൽ കൺമണിയാണെന്നുണ്ടെങ്കിലും കൺമണി ഒരു ശക്തിയാകുന്നത് നിനക്ക് അപകടമാണെന്നൊക്കെ ആൻറ്റിയമ്മ പറഞ്ഞപ്പോൾ കൺമണി അവളൊരു പാവമാണ് ആൻറ്റിയമ്മ എന്ന് പറയുന്നുണ്ട് മനസ്സ. സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യരിലെ സ്വഭാവ രീതികൾ മാറും. ഇന്ന് പാവമായിരിക്കുന്ന കൺമണി ഏതെങ്കിലും അധികാര സ്ഥാപനങ്ങളിൽ എത്തട്ടെ,
അവൾ അത് രീതിയിലായിരിക്കും മാറുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് ആൻറ്റിയമ്മ. തൊഴിൽപരമായും വ്യക്തിപരമായും നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവളാണ് കൺമണി. എന്ന് വെച്ചാൽ ഒരാറ്റം ബോംബ് പൊട്ടിയാലേ സർവനാശമായിരിക്കും ഫലം എന്നൊക്കെ ആൻറ്റിയമ്മ മാനസിക്ക് ഉപദേശിക്കുന്നുണ്ട്. നീയും കൃഷ്ണൻ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാൻ അവൾ വിചാരിച്ചാൽ നിസ്സാരമായിട്ട് സാധിക്കും എന്നൊക്കെ ആൻറ്റിയമ്മ പറയുന്നത് കേട്ട് മാനസിക ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ ശത്രുവായ BR ഡിസൈൻസിലെ ബലരാമനും സാഗറിൻ്റെയും സുജാതയുടെയും ബന്ധുവായിട്ട് മാറിയിരിക്കുകയാണ്. ഊണിലും ഉറക്കത്തിലും ഇപ്പോൾ ഈ വീട്ടിൽ ഒറ്റ ഒരാളുടെ കാര്യമേ പറയാനുള്ളൂ, ബലരാമനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. ഹരിശ്ചന്ദ്രനും മഹാത്മാഗാന്ധിയും ശ്രീബുദ്ധനും ഒക്കെ ബലരാമന് തൊട്ട് താഴെ നിൽക്കുള്ളൂ. വിശേഷങ്ങൾ കേട്ടാൽ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ അലികയും BR ഡിസൈനും ലയിച്ച് ഒന്നാകുമെന്നൊക്കെ ആൻറ്റിയമ്മ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടതിന് ശേഷം ഈശ്വര എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്നൊക്കെ മനസ്സ് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല. അതുകൊണ്ട് മാനസേ, നീ എത്രയും പെട്ടെന്ന് അവിടുത്തെ ജോലിയൊക്കെ തീർത്ത് ഇവിടെ വന്ന് ചാർജ് എടുക്കണം. നീ ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് അപകടമായിട്ട് വരും. ഞാൻ വരും എന്നൊക്കെ ആൻറ്റിയമ്മ പറയുന്നത്. ഞാൻ വരും, എത്രയും പെട്ടെന്ന് വരും. ഒന്നാമതേ ഇവിടുത്തെ ജോലിയൊക്കെ ആകെ ബോറിംഗ് ആയി തുടങ്ങിയെന്ന് പറയുന്നുണ്ട് കേട്ടോ മാനസ. എന്ത് ബോറിംഗ് ആയാലും കൃഷ്ണനെയും സാഗറിനെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവിടുത്തെ കാര്യങ്ങൾ തീർത്തിട്ട് പോന്നാൽ മതി എന്ന് ആൻറ്റിയമ്മ പറയുന്നുണ്ട്. ഓക്കെ ആൻറ്റിയമ്മ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് മനസ്സ് ടെൻഷനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നീട് കൺമണി ഡിസൈനൊക്കെ പൂർത്തിയാക്കി കഴിയാറായപ്പോഴേക്കും ദേവിജിയും കൃഷ്ണൻ വരികയാണ്. എന്തായി കൺമണി കാര്യങ്ങൾ എന്ന് ദേവിജി ചോദിക്കുമ്പോൾ ഞാൻ ശ്രമിച്ചു നോക്കി സർ, നന്നായോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡിസൈൻ ദേവിജിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കൺമണി. ദേവിജി ആണെങ്കിൽ അത് കണ്ടതിന് ശേഷം കൃഷ്ണനെ കാണിച്ചിട്ട് നോക്ക് കൃഷ്, എൻ്റെ തീരുമാനം തെറ്റില്ല എന്ന് മനസ്സിലായില്ലേ, ഹൗ ബ്യൂട്ടിഫുൾ ആൻഡ് ട്രെൻഡിങ് എന്ന് പറയുന്നുണ്ട് ദേവിജി. കൃഷ്ണൻ അത് കണ്ടതിന് ശേഷം അതേ ദേവിജി, കൺമണി യു ആർ എ ഗിഫ്റ്റ് ഡിസൈനർ എന്ന് പറയുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ, ആൻഡ് ഇറ്റ്സ് ഫെൻറ്റാബുലസ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ക്ലയൻറ്റ് ഡിമാൻഡ് ചെയ്ത എല്ലാം ഉൾക്കൊള്ളിച്ച ഡിസൈൻ, ഐ പ്രൗഡ് ഓഫ് യു മൈ ഗേൾ എന്ന് പറഞ്ഞ് കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ് ദേവിജി. ഇതേ സമയം ഡിസൈൻ പൂർത്തിയായ വിവരം ക്ലയൻസിനെ അറിയിക്കേണ്ടതെന്ന് കൃഷി ചോദിക്കുമ്പോൾ യെസ് ഓഫ് കോഴ്സ് എന്ന് പറയുന്ന സമയത്തിന് മുൻപേ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ദേവിജി. അങ്ങനെ ദേവിജി ആ ഡിസൈനും കയ്യിൽ പിടിച്ച് ഗുഡ് എന്ന് പറഞ്ഞ് ചിരിയോടെ അവിടെ നിന്നും പോവാണ്. ഇതേ സമയം കൃഷാണെങ്കിൽ ശരിക്കും ഈ മൊമെൻറ്റിൽ ഞാനും അലികയും കൺമണിയോട് താങ്ക്ഫുൾ ആണെന്ന് പറയുമ്പോൾ എന്തിനാ സർ, ഞാൻ ചെയ്യുന്നത് എൻ്റെ ജോലിയല്ലേ എന്ന് പറയുന്നുണ്ട് കൺമണി. കൺമണിക്ക് അങ്ങനെ പറയാം. ഒരുപാട് മത്സരങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കമ്പനിയുടെ MD എന്ന നിലയ്ക്ക് ശരിക്കും ഒരാശ്വാസമാണ് ഇന്ന് കമ്പനി വരച്ച ഡിസൈൻ എന്ന് കൃഷി പറയുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല ഒരു മാപ്പ് കൂടി പറയാൻ ബാക്കിയുണ്ട് ഇന്ന് കൃഷി പറയുന്നതും. മാപ്പോ എന്തിനാണ് സർ എന്ന് ചോദിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ കൺമണിയോട് വളരെ ഹാർഷായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഉണ്ടായ സ്ട്രെസ് കൊണ്ട് എന്തൊക്കെയോ എന്ന് പറഞ്ഞുകൊണ്ട് ഐ എം സോറി കൺമണി എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണ. സർ, ജോലി അതുമായി ബന്ധപ്പെട്ട ടെൻഷനും പ്രഷറും ഒക്കെ എനിക്ക് മനസ്സിലാകും. അതൊന്നും എന്നെ ബോദർ ചെയ്യിക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കൺമണിയും. പെട്ടെന്ന് താങ്ക്സ് എന്ന് പറഞ്ഞ് എനിവേ വൺസ് അഗെയിൻ താങ്ക് യു എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നതും കൺമണിക്ക് ഒരു കോള് വരികയാണ് കേട്ടോ. കൃഷ്ണാണെങ്കിൽ ഫോൺ എടുത്ത് കൺമണിക്കാണ് കോളെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പോകാൻ തുടങ്ങിയപ്പോൾ കൺമണി ഇപ്പോൾ ഒറ്റയ്ക്ക് ആ താലി എന്താ അഴിച്ചു മാറ്റാത്തതെന്ന് ചോദിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ കൃഷ്ണ. എന്ത് കരുതും, ഇനിയിപ്പോൾ ഇതിലും നല്ല അവസരം കിട്ടില്ല, ചോദിച്ചേക്കാമെന്നും കൃഷി ചിന്തിക്കുകയാണ്. തുടർന്ന് കൺമണിക്ക് കോള് വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഒടുവിൽ കൺമണി അത് കട്ട് ചെയ്ത് കൃഷി നോക്കുന്നത് കണ്ട് എന്താ സാറെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് അല്ലെങ്കിൽ വേണ്ട പിന്നൊരിക്കൽ ആകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് കൺമണിയോട് പറഞ്ഞ് കൃഷ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതേ സമയം കൺമണിക്ക് ഒരു വോയിസ് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. അത് എടുത്തു നോക്കുമ്പോൾ വരുണാണ് അയച്ചിരിക്കുന്നത്. കൺമണി, നീ ഇത് കേൾക്കുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 3-4 മണിക്കൂറായി ഞാൻ നിന്നെ വിളിക്കുന്നു. ഒരൊറ്റ കോള് പോലും നീ അറ്റൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു കോള് പോലും എടുക്കാത്ത തരത്തിൽ എന്ത് തിരക്കാണ് നിനക്കുള്ളത്? സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്താ നിൻ്റെ പ്രശ്നം എന്നൊക്കെ വരുൺ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന കൺമണി ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ്. ഇതേ സമയം വരുൺ അലികേടി റിസപ്ഷനിൽ വന്നിട്ട് കൺമണിയെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. ഓഫീസ് ടൈമിൽ വിസിറ്റേഴ്സ് അലൗഡ് അല്ല എന്ന് റിസപ്ഷനിസ്റ്റ് പറയുമ്പോൾ ഞാൻ വെറും വിസിറ്റർ അല്ല, കൺമണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, വരുൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. റിസപ്ഷനിസ്റ്റ് കൺമണിയോട് കാര്യം പറഞ്ഞപ്പോൾ ആശങ്കകളോടെ വരുണിൻ്റെ അടുത്തേക്ക് ചെന്ന് വരുണിനെ വിളിക്കുമ്പോൾ അപ്പോൾ എൻ്റെ പേരറിയാം, ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ് വരുൺ. ഓഫീസിൽ ഹെവി വർക്കായിരുന്നു, പിന്നെ പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ ഇന്ന് വൈകുന്നേരത്തിനകം തീർക്കേണ്ടതായിരുന്നു എന്നൊക്കെ കൺമണി പറയുന്നത് കേട്ട് ചൂടായിക്കൊണ്ട് ഒരു ഡിസൈനറും ലോകത്തിൽ ഇനി ഒറ്റ ഒരാളേ ഉള്ളൂ ഡിസൈനറായിട്ട്. ഇനി ആകാശം ഇടിഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞാലും ശരി, ഞാൻ വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കണം, ആദ്യ റിങ് കേൾക്കുമ്പോൾ തന്നെ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് വരുൺ.
ഇതേ സമയം എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ് അവിടേക്ക് കടന്നു വരികയാണ്. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളും തമ്മിലുള്ള പ്രശ്നമാണെന്നൊക്കെ വരുൺ ദേഷ്യത്തോടെ കൃഷിനോട് പറയുന്നുണ്ട് കേട്ടോ. വഴിയെ പോകുന്നവർ ഇതിൽ കയറി ഇടപെടണ്ട എന്നും പറയുന്നുണ്ട്. വിവാഹം കഴിക്കുന്നവരുടെ ഒച്ചപ്പാടൊക്കെ അങ്ങ് വീട്ടിൽ, ഇത് അലിഗ ഡിസൈൻ എന്ന എൻ്റെ സ്ഥാപനം, വഴിയെ പോകുന്നവർ എൻ്റെ കമ്പനിയിൽ കയറി ബഹളം വെച്ച് അതിന് ആരായാലും ശരി പിടിച്ചു പുറത്താകാൻ ഞാൻ കൃഷും തിരിച്ച് പറയുന്നുണ്ട് വരുണിനോട്. ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മായിമാർ. കൺമണിക്ക് ജോലിയില്ലേ, ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തോ എന്ന് കൃഷി ചോദിക്കുമ്പോൾ പൂർത്തിയായിരുന്നു സാർ എന്ന് കൺമണി പറയുന്നുണ്ട്. ചെന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുകയാണ് കേട്ടോ കൃഷ്. അങ്ങനെ കൺമണി അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ വരുണാണെങ്കിൽ ദേഷ്യത്തോടെ കൃഷ്ണനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കൃഷും പോയി കഴിഞ്ഞപ്പോൾ വരുൺ മോനെ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അമ്മായിമാർ. അന്നേ ഞങ്ങളിത് വേണ്ടാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ പൊന്നും പണവും കൊണ്ട് ഇവളുടെ പിറകെ വന്നതെന്നൊക്കെ ശാന്ത പറയുന്നുണ്ട് വരുണിനോടായിട്ട്. കണ്ടാലറിയാത്ത ആളുകൾ കൊണ്ടാലറിയുമെന്ന് പറയും. മോൻ കൊണ്ടിട്ടും പഠിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എരിപിരി കയറ്റാൻ നോക്കുന്നുണ്ട് സുലോചനയും വരുണിനെ. മോൻ ഇത്രയും ബഹളം വെച്ചിട്ടും അവൾക്ക് പൊടിക്ക് കൂസലുണ്ടായോ? കാരണം എന്താ, കൃഷി സാർ കൂടെയുള്ളപ്പോൾ അവളെ എന്തിന് കെട്ടാൻ പോകുന്നവനെ പേടിക്കണം എന്നൊക്കെ ഭാമ പറയുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ വരുണിന്. പിന്നെ അവളെ കല്യാണം കഴിച്ച മോന് ഗുണമേ ഉണ്ടാകൂ, അത് പറയണല്ലോ. അവൾക്ക് നല്ല ശമ്പളമുണ്ട്, പിന്നെ എന്താവശ്യപ്പെട്ടാലും സാധിച്ചു കൊടുക്കുന്ന കൃഷി സാറും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സുലോചന. ഇതൊക്കെ കേട്ട് തിളച്ചു നിൽക്കുകയാണ് കേട്ടോ വരുണ്. തുടർന്ന് അവിടെ നിന്നും പോവുകയാണ്. ഇതേ സമയം രണ്ടുപേരെ പറഞ്ഞു തെറ്റിച്ചപ്പോൾ മനസ്സിന് എന്താ സുഖം എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ മൂന്നെണ്ണവും കൂടിയിട്ട്. പിന്നീട് മനോജിനെ കാണാൻ വരുന്നുണ്ട് വരുൺ. സത്യം പറഞ്ഞാൽ തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് മനോജേട്ട കാര്യങ്ങൾ ചേട്ടനെ അറിയിക്കാമെന്ന് വെച്ചെന്ന് പറഞ്ഞ് മുഖവരിയോടെ വരുൺ മനോജിനോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്